ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും നമ്മളെല്ലാവരും. വളരെ തീവ്രതയോടുകൂടി തന്നെ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം, ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും ഒരുപാട് സ്റ്റുഡൻസ് സെറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും എഴുതുന്നതുമായിട്ടുണ്ട്. അപ്പം ഓരോ തവണ അല്ലെങ്കിൽ 10-12 വർഷങ്ങളായിട്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും അറ്റൻഡ് ചെയ്യുകയും എന്നാൽ ഫെയിലിയർ ആകുകയും പോകുന്നവരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശരിക്കും നമുക്ക് എല്ലാ കാര്യവും പഠിച്ചിട്ടൊന്നും എക്സാം അറ്റൻഡ് ചെയ്യാണ്ട് പറ്റത്തില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ ഫിലോസഫി എന്ന് പറയുന്ന ഒരൊറ്റ യൂണിറ്റ് നമ്മൾ ഒരു ലൈവ് കൊണ്ട് തന്നെ അത് യൂണിറ്റ് 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്നാൽ ശരിക്കും അത് നമ്മുടെ ഒരു ലൈവ് സെഷൻ കൂടിയിട്ടുള്ളവരാണെങ്കിൽ കൃത്യമായിട്ടറിയാം. അതിൽ നിന്ന് ഇനി ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ വളരെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ലൈവ് സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ലൈവ് സെക്ഷനിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മികച്ച രീതിയിൽ തന്നെ സെറ്റ് എക്സാം പാസ്സാവാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനിയും ഈ വർഷം അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരെ സംബന്ധിച്ചോളം അടുത്ത വർഷത്തെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിക്കുക. ദെൻ ലൈവ് സെഷൻസിലൂടെ ഒന്നും കൂടെ അതിനെ ഊട്ടിയുറപ്പിക്കുക. ഇതാണ് നമ്മളുടെ ഒരു പഠന രീതി എന്ന് പറയുന്നത്. ദെൻ എക്സാംസും അറ്റൻഡ് ചെയ്യാം. അപ്പം ഒറ്റ തവണ കൊണ്ട് നമ്മൾ ഇനിയും ഒരു 1000 രൂപ മുടക്കി ഒരു സൺഡേ കളയരുത്. നമ്മൾ ഒറ്റ തവണ കൊണ്ട് സെറ്റ് എക്സാം പാസ്സാവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനിയുള്ള മുൻപോട്ടുള്ള നമ്മളുടെ ടീച്ചർ എന്ന് പറയുന്ന നിലയിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സെറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ആകുക. ദെൻ ഓൾറെഡി നമ്മൾ 2 ലൈവ് സെക്ഷൻ കഴിഞ്ഞു, ഫിലോസഫി കഴിഞ്ഞു. ദെൻ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അറ്റൻഡ് ചെയ്തവർക്കറിയാം, അത്രയും കൃത്യതയോടുകൂടി നമ്മൾ ഓരോ പോർഷൻസും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറന്നു പോകാത്ത രീതിയിൽ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോകാനും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ 3ാമത്തെ ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ദെൻ അതുപോലെ തന്നെ സോഷ്യോളജി ആൻഡ് എഡ്യൂക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ ടേമുകൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ദെൻ നമ്മൾ സമയമുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു ക്ലാസ്സിൽ തന്നെ കോഡിങ് ആൻഡ് ഡീകോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസും നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ക്ലാസ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക. ഇതൊരിക്കലും നിങ്ങൾക്കൊരു വേസ്റ്റ് ആവത്തില്ല. നിങ്ങൾ ഈ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി നടത്തുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെറ്റ് എക്സാമിന് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ ഹൈംസ് അക്കാഡമിയുടെ ലൈവ് സെക്ഷൻസോ അല്ലെങ്കിൽ അടുത്ത ബാച്ചിലേക്കോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക് ഫോർ വാച്ചിങ്.